ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് സ്നോ വൈറ്റ് എന്ന പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ്. സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള വളരെ ചിരപരിചിതമായ കഥയാണ് സ്നോ വൈറ്റിൻ്റെതും 7 കുള്ളന്മാരുടെ. തൻ്റെ രാജ്യത്തു നിന്നും പുറത്താക്കപ്പെട്ട് കാട്ടിലെത്തുന്ന സ്നോ വൈറ്റ് അവിടെ 7 കുള്ളന്മാരെ കണ്ടുമുട്ടുന്നു. പിന്നീട് നടക്കുന്ന രസകരമായ സംഭവങ്ങൾ, പിന്നീട് രാജ്യം തിരിച്ചു പിടിക്കാനായിട്ട് സ്നോ വൈറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രാജകുമാരൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച കഥയിൽ. ഈ സിനിമയിലുള്ള കഥയിൽ ശകലം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രാജകുമാരന് പകരം ഒരു ബണ്ടിറ്റ് പയ്യനാണ് വരുന്നത്. പിന്നെ ഡോർഫുകളുടെ ക്യാരക്ടേഴ്സിന് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓവറോൾ കഥ സെയിം തന്നെയാണ്. വലിയ കോസ്റ്റോടുകൂടിയാണ് ഡിസ്നി സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് $200 മില്യൺ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മാർക്ക് വെബാണ് ഡയറക്ടർ. മാർക്ക് വെബ് സ്പൈഡർമാൻ സീരീസിലൂടെ ഫേമസ് ആയ ഡയറക്ടറാണ്. റെയ്ഡ് സെഗ്ലറാണ് ഇതിൽ സ്നോ വൈറ്റിൻ്റെ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ഗാൽ ഗാഡറ്റാണ് പിന്നെ ദുഷ്ടയായ രണ്ടാനമ്മയുടെ അല്ലെങ്കിൽ രാജ്ഞിയുടെ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി ഈ സിനിമയുടെ ഒരു എൻജോയ്മെൻറ്റ് ഫൺ ഫാക്ടറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ എൻജോയ് ചെയ്ത് ഭാഗം അല്ലെങ്കിൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു ഭാഗം എന്ന് വെച്ചാൽ ആ ഡോർഫും സ്നോ വൈറ്റും കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഭാഗമാണ്. ശരിക്കും ഒറിജിനൽ സ്റ്റോറിയിൽ അതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ബാക്കി കുറേ എലമെൻറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. സ്നോ വൈറ്റും ഡോർഫും തമ്മിലുള്ള ആ ഒരു സീക്വൻസുകളും സീനിലെ ലെങ്തും ഒക്കെ. പക്ഷേ ഉള്ള സീൻസ് എല്ലാം നല്ല രസകരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. എന്നാൽ അതിനുമപ്പുറം, ആ സീനുകൾക്കും അപ്പുറം ഈ സിനിമ കംപ്ലീറ്റ്ലി ഒരു ഫ്ലാറ്റ് മൂവിയാണ്. ഇതിനകത്ത് ഒരു ക്യാരക്ടർ പീക്കിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ലെവൽ പീക്കിങ്, നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന സാധനങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ എക്സ്ട്രീംലി ഡ്രൈഡ് ഔട്ടായിട്ട് പോകുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അനിമേഷൻ, ഒരു ലൈവ് അനിമേഷൻ മ്യൂസിക്കലായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. അത് വേറൊരു പ്രശ്നമാണ്. കാരണം മ്യൂസിക്കൽ സിനിമ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, മ്യൂസിക്കൽ സിനിമ എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാർ സംസാരിക്കുകയാണെങ്കിൽ അവർ പാട്ടിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് പാട്ട് പാടിയായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം സിനിമകൾ യൂസ്ഡ് അല്ലാത്ത ആൾക്കാർക്കും ഇതൊരു എക്സ്ട്രീംലി ബോറിങ് അഫെയറായിട്ട് തോന്നും. കാര്യം സത്യം പറഞ്ഞാൽ തിയേറ്ററിലിരുന്ന് നമ്മൾ ഉറങ്ങിപ്പോവും. അതിന് മാത്രമുള്ള ലെങ്ത് ഉള്ള പാട്ടും ഒരുപാട് സീക്വൻസുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഓവറോൾ ഈ സിനിമ എനിക്കൊരു കംപ്ലീറ്റ്ലി ലെറ്റ് ഡൗൺ ആയിരുന്നു. ഒരു തിയേറ്റർ വാച്ചിന് ഒട്ടും തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് സ്നോ വൈറ്റിൻ്റെയും ഡോർഫിൻ്റെയും കഥ കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. അതും ഈ തിയേറ്ററിൽ $250 കൊടുത്തിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞത് ഒട്ടും തന്നെ വൃത്തായിട്ടൊരു പടമല്ല. ഇതിന് തല വയ്ക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇതിന് ഈ പടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പുറമെ ഈ സിനിമയെപ്പറ്റി ഒരുപാട് പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സ്നോ വൈറ്റ് മഞ്ഞ് പോലെ വെളുത്ത സ്കിന്നുള്ള ഒരാളാണ്. അപ്പോൾ കൊളംബിയക്കാരെ റെയ്ഡ് സെഗ്ലറെ എങ്ങനെ സ്നോ വൈറ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്തു? ഡിസ്നി അതിൻ്റെ ഒരു വോക്ക് കൾച്ചർ പ്ലേ ഔട്ട് ചെയ്യുവാണ്. പിന്നെ ഡോർഫുകളുടെ ക്യാരക്ടറൈസേഷനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയും. അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് നടന്ന് വലിയ പ്രശ്നം നേരിടുന്ന ഒരു അവസ്ഥയും ഈ സിനിമയ്ക്കുണ്ട്. പക്ഷേ ആസ് എ മൂവി ഇതൊരു കംപ്ലീറ്റ്ലി ലെറ്റ് ഡൗൺ ആയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ നെറ്റ്ഫ്ലിക്സിലോ അതുപോലുള്ള ഏതെങ്കിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോൾ മാത്രം കണ്ടാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.